ഗൈസ് അപ്പോൾ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ കുളം വൃത്തിയാക്കിയിട്ട് നമ്മുടെ കോഴിക്കാർപ്പിനെല്ലാം പിടിച്ചിട്ടുണ്ട്. കോഴിക്കാർപ്പ് തന്നെ ആണ്. എനിക്ക് ഈ കോഴിക്കാർപ്പിനെ ഒന്നും കണ്ടാൽ തിരിച്ചറിയത്തില്ല. നമ്മൾ കോഴിക്കാർപ്പാന്നും പറഞ്ഞ് മേടിച്ചതാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ ഇന്ന് എടുത്താണ് ഗൈസ്. അപ്പം ഒരു പീസിന് 15 രൂപയായിരുന്നു. കോഴിക്കാർപ്പല്ലേ? ആണ് ഗൈസ്, ആണ്. കാണിച്ചു തരാം, പിടിച്ച് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഗൈസ് ഇതാണ് സംഭവം. ഇതിൻ്റെ വേറൊരു കളറുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് വേറെ ഏതോ മീനെപ്പോലെ തോന്നുന്നു ഗൈസ്. ഇവനെ കണ്ടിട്ട് സൈഡിലൊക്കെ ഒരു ഗോൾഡൻ കളറൊക്കെ ഉണ്ട്. ഇട്ടേക്കാം നമുക്ക്. പിന്നെ വേറെ ഗൈസ് ഇവനാണ്, ബ്ലാക്കും ഓറഞ്ചും എല്ലാം കൂടെ ഉള്ള. പിന്നെ ഇവനാണ് ഗൈസ്, ഇവന് ഒരു വൈറ്റെല്ലാം കൂടെ കയറി വരുന്ന ഒരു കളറാണ്. ഇത് തീരെ കുഞ്ഞാണ്. പിന്നെ ഇതിനകത്ത് 2 ഗപ്പി കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇതിനകത്തായിരുന്നു നമ്മുടെ കോഴിക്കാർപ്പിനെ ഇട്ടിരുന്നത്. ആഹാ, അപ്പോൾ ഈ ഇതിനകത്തോട്ട് നമ്മളൊരു അലിഗേറ്റർ ജാറല്ലേ ഒരു അരാപ്പയ്മേനെ മേടിച്ചിടാൻ പോവാണ് ഗൈസ്. അപ്പം മേടിച്ചിടണോ വേണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രയും ദിവസം ഈ കോഴിക്കാർപ്പ് എവിടെ കിടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ കുളത്തിനകത്ത് ഗപ്പിയുണ്ട്. ഇതിനകത്ത് ഗപ്പീസാണ്, നമ്മുടെ ഗപ്പിക്കുട്ടന്മാരാണ്. ഒറ്റ വിളിക്ക് വരും ഗൈസ് ഫുള്ള്. കാണാമോ ഗൈസ്? നാടൻ ഗപ്പിയാണ് ഗൈസ്, വലിയ അടിപൊളി ഗപ്പിയൊന്നുമില്ല. നമുക്ക് സ്നേഹം കിട്ടുന്ന ഗപ്പി മതി ഗൈസ്, നാടൻ ഗപ്പി. ഇത് നിങ്ങൾക്ക് ഇച്ചിരി സ്നേഹമുണ്ട് ഗൈസ്, നമ്മൾ വിളിച്ച് അടുത്ത് വരും. പിന്നെ ഇതിനകത്ത് 2-3 ഇതിനകത്തൊരു പേര് ഏതോ ഒരു ഗപ്പി കിടപ്പുണ്ട്. അതുണ്ട്, അതൊരു പേര് കിടപ്പുണ്ട് ഗൈസ്. ഈ കുളമൊക്കെ നമ്മൾ കഴുകി എടുക്കണം, സെറ്റാക്കണം. വെള്ളം പറ്റിച്ചിട്ടുണ്ട്.